ഹായ്, എൻ്റെ ഈ വീഡിയോ ഇതിന് തൊട്ട് മുമ്പിട്ടിരുന്ന വീഡിയോയുടെ തുടർച്ചയായിട്ടാണ്. അതായത് ഇൻഡയറക്റ്റ് സ്പീച്ചിനെ കുറിച്ചായിരുന്നു ആ വീഡിയോ. ഇത് അതിൻ്റെ രണ്ടാമത്തെ ഭാഗമായിട്ടാണ് ഇടുന്നത്. ഇതിലെനിക്ക് 2 പോയിൻ്റാണ് നിങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. അത് ഞാനൊരു സന്ദർഭം പറഞ്ഞുകൊണ്ട് ഞാനത് രണ്ടും സൂചിപ്പിച്ചിട്ട് പെട്ടെന്ന് വീഡിയോ അവസാനിപ്പിച്ചോളാം. ഡയറക്റ്റ് സ്പീച്ചിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, സ്കിപ്പ് ചെയ്യാതെ കാണണേ. അത് ആദ്യം ഒരു സന്ദർഭം ഒരു സന്ദർഭത്തിലൂടെ ഞാനത് വിവരിക്കാം. ഇപ്പം ഞാൻ ഓഫീസിലിരിക്കുമ്പം എൻ്റെ കൂട്ടുകാരനെ കാണാൻ വേണ്ടിയിട്ട് ഒരാൾ വന്നു. അപ്പം ഞാൻ അയാളോട് പറഞ്ഞു അവനിവിടെ ഇല്ല, പിന്നെ അവനിവിടെ ഇല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ കൂട്ടുകാരനെ ഫോൺ ചെയ്തിട്ട് പറയുകയാണ് നിന്നെ കാണാൻ ഒരാൾ വന്നിരിക്കുന്നു. അപ്പോൾ അവൻ പറയുകയാണ് അവനോട് അരമണിക്കൂർ വെയിറ്റ് ചെയ്യാൻ പറയാമെന്ന്. അപ്പോൾ ഈ വിവരം ഞാൻ ഈ വന്ന ആളിനോട് പറയുകയാണ് അരമണിക്കൂർ വെയിറ്റ് ചെയ്യാൻ. അപ്പോൾ അയാൾ പറയുന്നത് ഐ ഡോണ്ട് വാണ്ട് ടു വെയിറ്റ്, ഐ എം ഗോയിങ് ബാക്ക് ഹോം. അത് എനിക്ക് വെയിറ്റ് ചെയ്യേണ്ട, ഞാൻ വീട്ടിൽ പോവുകയാണെന്നുള്ളത്. ഐ ഡോണ്ട് വാണ്ട് ടു വെയിറ്റ്, ഐ എം ഗോയിങ് ബാക്ക് ഹോം. അപ്പോൾ ഇതേ വിവരം ഞാൻ എൻ്റെ കൂട്ടുകാരന് ഫോണിലൂടെ റിപ്പോർട്ട് ചെയ്യുകയാണ്. He says he does not want to wait, he is going back home. അതായത് he says he does not want to wait, he is going back home. അവൻ പറയുകയാണ് എനിക്ക് വെയിറ്റ് ചെയ്യേണ്ട, ഞാൻ വീട്ടിൽ പോവുകയാണെന്നുള്ളത്. അപ്പോൾ ഇവിടെ ഈ സന്ദർഭം നിലവിലുണ്ട്. അതായത് അവനിവിടെ നിൽക്കുകയാണ്, അവനവിടെ ഇയാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ആ സമയത്താണ് ഞാൻ അയാളോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞതും അവൻ പറയുന്നത് ഐ ഡോണ്ട് വാണ്ട് ടു വെയിറ്റ്, ഐ എം ഗോയിങ് ബാക്ക് ഹോം എന്നുള്ളത്. അതേ സന്ദർഭം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് റിപ്പോർട്ട് ചെയ്തപ്പോൾ, അതായത് എൻ്റെ കൂട്ടുകാരനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ആക്കിയിട്ട് റിപ്പോർട്ട് ചെയ്തപ്പോൾ അവിടെ പ്രസൻറ്റ് ടെൻസ് വന്നു. അതായത് he says he does not want to wait, he is going back home. അതായത് അവൻ പറയുന്നു അവന് വെയിറ്റ് ചെയ്യാൻ താല്പര്യമില്ല, അവൻ തിരിച്ച് പോവുകയാണെന്നുള്ളത്. അതേ സെൻറ്റൻസ് തന്നെ, അതായത് അവൻ പറഞ്ഞ അതേ ടെൻസിൽ തന്നെ, പ്രസൻറ്റ് ടെൻസിൽ തന്നെ ഞാനത് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് റിപ്പോർട്ട് ചെയ്തു. കാരണം ആ സന്ദർഭം നിലവിലുണ്ട്. ഇനി എൻ്റെ കൂട്ടുകാരൻ തിരിച്ചു വന്നപ്പോഴേക്കും ഈ വന്ന ആൾ തിരിച്ചു പോയിരുന്നു, അവനവിടെ ഇല്ല. അപ്പോൾ കൂട്ടുകാരൻ ചോദിക്കുകയാണ് എന്തുകൊണ്ട് അവനോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞില്ല എന്ന് എന്നോട് ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ പറയാണ് ഹി ടോൾഡ് മീ ദാറ്റ് ഹി ഡിഡ് നോട്ട് വാണ്ട് ടു വെയിറ്റ്, ഹി വാസ് ഗോയിങ് ബാക്ക് ഹോം. അതായത് he told me that he did not want to wait, he was going back home. ഇവിടെ ഞാൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വീണ്ടും ആ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് വന്ന വിസിറ്റർ പറഞ്ഞ വാക്കുകൾ ഞാൻ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് റിപ്പോർട്ട് ചെയ്തപ്പോൾ പാസ്റ്റ് ടെൻസിലായി. കാരണം അവിടെ ആ സന്ദർഭം നിലവിലില്ല. അതായത് അയാൾ എന്നോട് പറഞ്ഞ് ഐ ഡോണ്ട് വാണ്ട് ടു വെയിറ്റ്, ഐ എം ഗോയിങ് ബാക്ക് ഹോം. ആ വാക്കുകൾ അതേ സമയം ഞാൻ ഫോണിലൂടെ റിപ്പോർട്ട് ചെയ്തത് ഹി ഡസ് നോട്ട് വാണ്ട് ടു വെയിറ്റ്, ഹി ഈസ് ഗോയിങ് ബാക്ക് ഹോം. അവന് വെയിറ്റ് ചെയ്യേണ്ട, അവൻ വീട്ടിൽ പോവുകയാണെന്ന്. അതേസമയം ഈ സന്ദർഭം കഴിഞ്ഞതിന് ശേഷം അയാളൊക്കെ പോയതിന് ശേഷം ആ സന്ദർഭം നിലവിലില്ല, എൻ്റെ കൂട്ടുകാരൻ തിരിച്ചു വന്നു. അപ്പോൾ അവൻ എന്നോട് ചോദിക്കുക എന്തുകൊണ്ട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞില്ല എന്ന്. ആ സമയത്ത് ഞാൻ പറയണേ ഹി ഡിഡ് നോട്ട് വാണ്ട് ടു വെയിറ്റ്, ഹി വാസ് ഗോയിങ് ബാക്ക് ഹോം. അത് അവന് വെയിറ്റ് ചെയ്യേണ്ടായിരുന്നു, അവൻ വീട്ടിൽ പോവുകയായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഇവിടെ അവൻ പറഞ്ഞ സെൻറ്റൻസുകൾ പാസ്റ്റ് ടെൻസിൽ നിന്ന് പ്രസൻറ്റ് ടെൻസിൽ നിന്ന് പാസ്റ്റ് ടെൻസിലേക്ക് മാറി. ഇതുപോലെ നമ്മൾ ഏത് സന്ദർഭങ്ങളും വിവരിക്കുമ്പോഴും, ഏത് സന്ദർഭങ്ങൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോഴും റിപ്പോർട്ട് ചെയ്യുമ്പോഴും അത് ആ സന്ദർഭം നിലവിലില്ലെങ്കിൽ, അല്ലെങ്കിൽ ആ സന്ദർഭത്തിന് പ്രാധാന്യമില്ലെങ്കിൽ പ്രസൻറ്റ് ടെൻസുകളെ പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റും. അഥവാ അതേ സന്ദർഭത്തിൽ തന്നെയാണ് നമ്മളത് റിപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ പ്രസൻറ്റ് ടെൻസിൽ തന്നെ റിപ്പോർട്ട് ചെയ്യാം. ഉദാഹരണത്തിന് ഒരാൾ വന്നിട്ട് ഇപ്പോൾ നമ്മൾ പറയാം ഞാൻ ഇന്നയാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണമെന്നുള്ളത്, ഐ ആം വെയിറ്റിംഗ് ഫോർ ദ മാനേജർ. അപ്പം നമ്മൾ വേറെ ആളെ വിളിച്ച് പറയാണ് ഹീ സൈസ് ഹീ ഈസ് വെയിറ്റിംഗ് ഫോർ ദ മാനേജർ. അത് അവൻ പറയണം അവൻ മാനേജർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാന്നുള്ളത്. കാരണം ആ സന്ദർഭം അവിടെയുണ്ട്, അവനവിടെ ഉണ്ട്. അപ്പോൾ അതേ സമയത്ത് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പ്രസൻറ്റ് ടെൻസിൽ തന്നെ റിപ്പോർട്ട് ചെയ്യാം. ഇനി അവൻ തിരിച്ചു പോയി, കുറച്ച് നേരം നിന്ന് അവൻ തിരിച്ചു പോയി എന്ന് വയ്ക്കുക. ആ സമയത്ത് നമ്മളോട് ഒരാൾ ചോദിക്കുകയാണ് ഇവിടെ ഒരാൾ വന്നില്ല, അയാൾ എന്തിനു വന്നതെന്ന്. അപ്പോൾ നമുക്ക് പറയാം ഹി ടോൾഡ് മീ ദാറ്റ് ഹി വാസ് വെയിറ്റിംഗ് ഫോർ ദ മാനേജർ. അവൻ എന്നോട് പറഞ്ഞു അവൻ മാനേജർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു എന്നുള്ളത്. ഇവിടെ നമ്മൾ അവൻ വെയിറ്റിംഗ് ഫോർ ദ മാനേജർ എന്നുള്ളത് ഇവിടെ ഹി വാസ് വെയിറ്റിംഗ് ഫോർ ദ മാനേജർ എന്നായി. കാരണം പാസ്റ്റ് ടെൻസിലേക്കായി. സ്പീച്ചിലേക്ക് മാറ്റിയപ്പോൾ പ്രസൻറ്റ് ടെൻസിൽ നിന്ന് പാസ്റ്റ് ടെൻസിലേക്കായി. കാരണം ആ സന്ദർഭം നിലവില്ല, അവൻ അവിടെ ഇല്ല, ആ സന്ദർഭം ഇല്ല.
ഇതാണ്. അപ്പോൾ നമ്മൾ എന്ത് കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴും പ്രസൻറ്റ് ടെൻസിൽ ആ സന്ദർഭം നിലവിലുള്ളതാണെങ്കിൽ, റിലീവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ, അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ, ആ സന്ദർഭത്തിന് ഊന്നൽ നൽകുന്നതാണെങ്കിൽ പ്രസൻറ്റ് ടെൻസിൽ തന്നെ ഇൻഡയറക്റ്റ് സ്പീച്ചിൽ റിപ്പോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ അത് പാസ്റ്റ് ടെൻസിലേക്ക് റിപ്പോർട്ട് ചെയ്യാം. ഇതാണ് ഒന്നാമത്തെ കാര്യം എനിക്ക് സൂചിപ്പിക്കാനുണ്ടായിരുന്നത്. ഇനി അടുത്ത പോയിന്റിലേക്ക് പോവാം. ഇനി പാസ്റ്റ് ടെൻസും പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസും ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ഒരു സെൻറ്റൻസ്, ഐ ഹാവ് കംപ്ലൈൻറ്റ് ടു ദ മാനേജർ എബൌട്ട് ദ പുവർ സർവീസ്. മോശം സർവീസിനെ കുറിച്ച് ഞാൻ കംപ്ലൈൻറ്റ് ചെയ്തു. ഇതിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ആക്കി മാറ്റുമ്പോൾ ഹി ഹാഡ് കംപ്ലൈൻറ്റ് ടു ദ മാനേജ്മെൻറ്റ് എബൌട്ട് ദ പുവർ സർവീസ്. അത് ഐ ഹാവ് കംപ്ലൈൻറ്റ് എന്നുള്ളത് ഹാഡ് കംപ്ലൈൻറ്റ് എന്നായി മാറി, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസായി മാറി. ഇനി മറ്റൊരു സെൻറ്റൻസ് ശ്രദ്ധിക്കാം. ഐ റോട്ട് ടു ദ മാനേജ്മെൻറ്റ് ടു കംപ്ലൈൻറ്റ് എബൌട്ട് ദ പുവർ സർവീസ് ഐ റിസീവ്ഡ്. അതായത് എനിക്ക് കിട്ടിയ മോശം സർവീസിനെ കുറിച്ച് കംപ്ലൈൻറ്റ് ചെയ്ത് ഞാൻ മാനേജ്മെൻറ്റിന് എഴുതി. ഇത് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ആക്കി മാറ്റുമ്പോൾ രണ്ട് തരത്തിൽ മാറ്റാം. ഹി റോട്ട് ടു ദ മാനേജ്മെൻറ്റ് ടു കംപ്ലൈൻറ്റ് എബൌട്ട് ദ പുവർ സർവീസ് ഹി റിസീവ്ഡ് എന്ന അയാളുടെ അതേ സെൻറ്റൻസ് തന്നെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ആക്കി മാറ്റാം. അല്ലെങ്കിൽ ഹാഡ് റിട്ടൺ ടു ദ മാനേജ്മെൻറ്റ് ടു കംപ്ലൈൻറ്റ് എബൌട്ട് ദ പുവർ സർവീസ് ഹി ഹാഡ് റിസീവ്ഡ് എന്നുമാക്കാം. സന്ദർഭം വ്യക്തമാക്കുന്ന സെൻറ്റൻസിൽ, ഉദാഹരണത്തിന് ഈ രണ്ടാമത്തെ സെൻറ്റൻസ് ഐ റോട്ട് ടു ദ മാനേജ്മെൻറ്റ് ടു കംപ്ലൈൻറ്റ് എബൌട്ട് ദ പുവർ സർവീസ് ഐ റിസീവ്ഡ്. അതായത് അങ്ങനെയുള്ള സെൻറ്റൻസുകൾ അതിന് സന്ദർഭം വ്യക്തമാണത്. അയാൾക്ക് മോശം സേവനമാണ് കിട്ടിയത്, അതുകൊണ്ട് അയാൾ കംപ്ലൈൻറ്റ് ചെയ്യുന്നുള്ള ആ സന്ദർഭം നമുക്ക് വ്യക്തമാണ്. അങ്ങനെ സന്ദർഭം വ്യക്തമാകുന്ന പാസ്റ്റ് ടെൻസിലുള്ള സെൻറ്റൻസുകളെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ആക്കി മാറ്റുമ്പോൾ നമുക്ക് ഒന്നുകിൽ പാസ്റ്റ് പെർഫെക്റ്റിൽ തന്നെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ആക്കി മാറ്റാം, അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസിൽ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ആക്കി മാറ്റാം. ആ സെൻറ്റൻസ് ഒന്നും കൂടി ശ്രദ്ധിക്കുക. ഐ റോട്ട് ടു ദ മാനേജ്മെൻറ്റ് ടു കംപ്ലൈൻറ്റ് എബൌട്ട് ദ പുവർ സർവീസ് ഐ റിസീവ്ഡ്. അതിനെ ഹി ഹാഡ് റിട്ടൺ ടു ദ മാനേജ്മെൻറ്റ് ടു കംപ്ലൈൻറ്റ് എബൌട്ട് ദ പുവർ സർവീസ് ഹി ഹാഡ് റിസീവ്ഡ്. അഥവാ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലേക്ക് ആക്കി മാറ്റി ഇൻഡയറക്റ്റിൽ, അല്ലെങ്കിൽ സിമ്പിൾ പാസ്റ്റ് തന്നെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ആക്കി മാറ്റാം. ഹി റോട്ട് ടു ദ മാനേജ്മെൻറ്റ് ടു കംപ്ലൈൻറ്റ് എബൌട്ട് ദ പുവർ സർവീസ് ഹി റിസീവ്ഡ്. ഇങ്ങനെ അതിന് കാരണം ആ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സെൻറ്റൻസിൽ നമുക്ക് കാര്യം വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് അതിനെ പാസ്റ്റ് പെർഫെക്റ്റിലോ പാസ്റ്റ് ടെൻസിലോ ഇൻഡയറക്റ്റിലേക്ക് മാറ്റാം. അതേസമയം ആദ്യം പറഞ്ഞ സെൻറ്റൻസ് ഐ കംപ്ലൈൻറ്റ് ടു ദ മാനേജ്മെൻറ്റ് എബൌട്ട് ദ പുവർ സർവീസ് എന്നുള്ളത് ആ സന്ദർഭം വ്യക്തമല്ല. അതായത് മോശം സർവീസിനെ കുറിച്ച് മാനേജ്മെൻറ്റിന് കംപ്ലൈൻറ്റ് ചെയ്തു, അത്ര മാത്രമേ അതിൽ പറയുന്നുള്ളൂ. അല്ലാണ്ട് അതിൽ ആ സന്ദർഭം വ്യക്തമല്ല. അങ്ങനെയുള്ള സന്ദർഭം വ്യക്തമല്ലാത്ത പാസ്റ്റ് സെൻറ്റൻസുകളെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ആക്കി മാറ്റുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലായിരിക്കും. സന്ദർഭം വ്യക്തമായ പാസ്റ്റ് സെൻറ്റൻസുകളെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ആക്കി മാറ്റുമ്പോൾ ഒന്നുകിൽ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലാക്കാം, അല്ലെങ്കിൽ സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ തന്നെ റിപ്പോർട്ട് ചെയ്യാം. ഈ രണ്ട് സെൻറ്റൻസുകളും ഒന്നും കൂടി ശ്രദ്ധിക്കുക. ഐ ഹാവ് കംപ്ലൈൻറ്റ് ടു ദ മാനേജ്മെൻറ്റ് എബൌട്ട് ദ പുവർ സർവീസ് എന്നുള്ളത് ഹി ഹാഡ് കംപ്ലൈൻറ്റ് ടു ദ മാനേജർ എബൌട്ട് ദ പുവർ സർവീസ് എന്നായി. അതേസമയം ഐ റോട്ട് ടു ദ മാനേജ്മെൻറ്റ് ടു കംപ്ലൈൻറ്റ് എബൌട്ട് ദ പുവർ സർവീസ് ഐ റിസീവ്ഡ് എന്നുള്ളത് ഒന്നുകിൽ ഹി റോട്ട് ടു ദ മാനേജ്മെൻറ്റ് ടു കംപ്ലൈൻറ്റ് എബൌട്ട് ദ പുവർ സർവീസ് ഹി റിസീവ്ഡ് എന്ന് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ ഹി ഹാഡ് റിട്ടൺ ടു ദ മാനേജ്മെൻറ്റ് എബൌട്ട് ദ പുവർ സർവീസ് ഹി ഹാഡ് റിസീവ്ഡ് എന്നും മാറ്റാം. കാരണം ഈ സെൻറ്റൻസിൽ നിന്ന് ഒരു വ്യക്തമായ ചിത്രം നമുക്ക് കിട്ടുന്നുണ്ട്. അയാൾക്ക് മോശം സർവീസ് കിട്ടി, അതുകൊണ്ട് അയാൾ കംപ്ലൈൻറ്റ് ചെയ്യുന്നു. എന്നാൽ ആദ്യത്തെ സെൻറ്റൻസ് ഐ ഹാവ് കംപ്ലൈൻറ്റ് ടു ദ മാനേജ്മെൻറ്റ് എബൌട്ട് ദ പുവർ സർവീസ് എന്നുള്ളത് ഞാൻ മാനേജ്മെൻറ്റിന് കംപ്ലൈൻറ്റ് ചെയ്തു പുവർ സർവീസിനെ കുറിച്ച് എന്നുള്ളൂ. അതിൽ വേറൊരു വിവരം ലഭ്യമല്ല. അപ്പോൾ ഈ പറഞ്ഞ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതിനോട് താല്പര്യമുള്ള എല്ലാവരും തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങളോ ചേഞ്ചോ വരുത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. Thank you for watching my video. I will be back again with another useful video. Until then, thank you. Bye.